സമസ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ കരുതിപ്പോയത്? ഇത് ഏതെങ്കിലും ഒരു ആപോപ്പ സംഘടനയാണ് എന്നാണോ നിങ്ങൾ കരുതിയത്? ഒരുപാട് ഒരുപാട് കറാമത്തിന്റെ കനകൊട്ടാരങ്ങൾ തീർത്ത മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ നവ്വറല്ലാഹു മർകദ ബഹുമാനപ്പെട്ടവരെ തുടങ്ങി വെച്ച ഒരു കാലഘട്ടം മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിന്ന കറാമത്തിന്റെ കനകൊട്ടാരം കൊണ്ട് ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയ പ്രസ്ഥാനം ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന അജയനായ നേതാവുണ്ട്. നമുക്ക് അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മറുത്തൊരു വാക്കില്ല. അവിടുന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്ക് ധിക്കരിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടി പോലുമില്ല. എന്തുകൊണ്ട് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന ചോദ്യം ഇവിടെ ഇല്ല. അവിടെ നീ എന്ത് പറഞ്ഞാലും ശിരസാവഹിക്കുന്ന നല്ല ഈമാനുള്ള അതപ്പുള്ള പ്രവർത്തകർ ഇവിടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം നമ്മൾ കണ്ടില്ലേ? എല്ലാവരും അത്ഭുതപ്പെട്ടു പോയില്ലേ? എന്റെ ഇത്രയും വലിയ ജനസാഗരം വന്നാലും അതിനൊരു വിജയം ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയോ? അത് എത്രത്തോളം വിജയത്തിന്റെ പാരമ്യതയിലെത്തി നിൽക്കാനുള്ള കാരണം എന്തെന്നറിയോ? അത് മഹാജന്മാരായ ഔലിയാക്കളുടെ പൊരുത്തമാണോ? അത് കണ്ണിയത്തോരുടെ ഗുരുത്തമാണോ? അത് ശംസുൽ ഉലമ എന്ന് പറയുന്ന കാലം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ സ്മര്യ പുരുഷന്റെ ആശീർവാദമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ നോട്ടമുള്ള അത്തിപ്പറ്റ ഉസ്താദിന്റെ ബറക്കത്തുള്ള ഒരുപാട് ഒരുപാട് പണ്ഡിത വരേണ്യരുടെ ദുആ കൊണ്ട് ബറക്കത്തുള്ള സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും ഈ സമുദായത്തിന് വേണ്ടി ഈ സംഘടനയുടെ കീഴിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് പറയുന്നത് കേട്ട് ഗുരുത്വത്തോടെ അതവോടെ ഈമാനോടെ അതിന്റെ അഴകോടുകൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.